വെൽക്കം ടു ഇംബർഗ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി സർവീസ് ഇൻ റൂറൽ, അർബൻ ആൻഡ് സ്കൂൾ ഹെൽത്ത്. എന്തിനാണ് നമുക്ക് ഹെൽത്ത് ഇത്ര നോക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ നമുക്കറിയാം ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഈവൻ ഇമോഷണൽ ഹെൽത്ത് പോലും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം സസ്റ്റെയിൻഡ് ആണോ എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഉപയോഗം വരുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേഷനിലും മിനിമം 1-2 അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും. സോ ഇവരെന്താ ചെയ്യുക? മെഡിക്കൽ കെയർ, ട്രീറ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, എൻവയോൺമെൻറ്റൽ സാനിറ്റൈസേഷൻ ചെയ്യുക, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്ത് നോക്കുക, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് കൊണ്ടുവരിക, ഹെൽത്ത് എഡ്യൂക്കേഷൻ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പേഴ്സണൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഫാമിലി പ്ലാനിങ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? ഈ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണ്. അതായത് എല്ലാ പഞ്ചായത്തുകളിലെയും അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് PHCs ആയിരിക്കും. ഇനി കമ്മ്യൂണിറ്റി സർവീസ് ഇൻ റൂറൽ ഹെൽത്ത് ആണ്. സോ പ്രൈമറി ഹെൽത്ത് സർവീസ് എന്താണ്? റുട്ടീൻ ചെക്കപ്പ്, വാക്സിനേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എമർജൻസി മെഡിസിൻ സർവീസ് എന്താ ചെയ്യുക? അവർ ആംബുലൻസ് സർവീസ്, എമർജൻസി റെസ്പോൺസ് ടീം ഒക്കെ ആയിരിക്കും. ടെലിമെഡിസിൻ സർവീസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി വന്നതാണ്. അതായത് നമുക്ക് ഫോൺ വഴിയൊക്കെ നമുക്ക് വിളിച്ച് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം. ഗവൺമെൻറ്റിലും ഒക്കെ ഉണ്ട് ഡിജിറ്റൽ ഡയഗ്നോസിസേഷൻ, റിമോട്ട് മോണിറ്ററിംഗ്, വീഡിയോ കൺസൾട്ടേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഇനി സ്പെഷ്യലിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് ആണ്. ഗൈനക്കോളജി, പീഡിയാട്രീഷ്യൻ, മെൻ്റൽ ഹെൽത്ത് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് ഡെൻ്റൽ കെയർ കിട്ടും. ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റ്, ഡയബറ്റീസ്, ഹെൽത്ത് കെയർ, ഹാർട്ട് ഡിസീസ് പോലുള്ളതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആണ്. ആൻഡ് മെറ്റേണൽ ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് സർവീസുകളും നമുക്ക് എന്താണ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. സോ ഇതെല്ലാം ആലോചിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസുമായിട്ട് ലിങ്ക്ഡ് ഇൻ ആണ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ നെക്സ്റ്റ്, ഇംപ്രൂവ് ഇൻ റൂറൽ സാനിറ്റൈസേഷൻ. സോ നമുക്കറിയാം ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെങ്കിൽ നിർബന്ധമായും സാനിറ്റൈസേഷൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ വൃത്തി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഹെൽത്തും ഹൈജീനും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ മേജർ ആയിട്ടുള്ള സാനിറ്റൈസേഷൻ പ്രോഗ്രാമാണ് സ്വച്ഛ് ഭാരത് അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ. 2019 വന്നതാണ്. അവിടെ എന്താണ്? കൂടുതൽ ടോയ്ലറ്റുകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ സാനിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ സുലഭ് ശൗചാലയ ഇനിഷ്യേറ്റീവ്. സോ ഡോക്ടർ ബിന്ദേശ്വർ പത്തക് കൊണ്ടുവന്നതാണ്. ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ സസ്റ്റൈൻ ആയിട്ടുള്ള ഡ്രൈ ടോയ്ലറ്റ്സ് കൊണ്ടുവരിക. അത് റൂറൽ പോപ്പുലേഷൻസിലൊക്കെ ടോയ്ലറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ടോയ്ലറ്റ് ഉപയോഗിക്കുക, വില്ലേജുകളിലൊക്കെ ടോയ്ലറ്റ് ഉപയോഗിക്കുക വളരെ കുറവാണ്. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തൊക്കെ. കേരളത്തിലൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ. സോ അവിടെയൊക്കെ കൂടുതലായിട്ട് പബ്ലിക് ടോയ്ലറ്റ്സുകൾ പ്രൊമോട്ട് ചെയ്യുക. സോ റൂറൽ സാനിറ്റൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുക, അസുഖങ്ങൾ കുറയ്ക്കുക, ആൻഡ് ഹൈജീൻ കൂട്ടുക, ഓപ്പൺ ഡെഫിക്കേഷൻ. പുറത്തൊക്കെ നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ചിലത്ത് പുറത്ത് പോയിട്ടാണ് ടോയ്ലറ്റിലൊക്കെ പോവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന NUHM ആണ്. സോ ഒരു കാര്യം ആലോചിക്കുക, ഇതിനകത്തൊക്കെ നമ്മൾ പറയുന്ന മേജർ പോയിന്റ്സ് അല്ല, നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സോ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോ ഭാഗം എഴുതുമ്പോഴും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. സോ നാഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് 2013 അണ്ടർ NHM-ലാണ്. NHM-ന് അണ്ടറിലാണ് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു കോളം വരയ്ക്കാൻ പഠിച്ചാൽ നന്നായിരിക്കും, ബിക്കോസ് നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പേപ്പർ ഫില്ലാകും കേട്ടോ. സോ നേരത്തെ പറഞ്ഞതുപോലെ പ്രിവെൻഷൻ, പ്രൊമോഷൻ, ക്യൂർ, പിന്നെ പ്രൈമറി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഏറ്റവും വൾനറബിൾ ആയിട്ടുള്ള ഏറ്റവും ലോ ആയിട്ടിരിക്കുന്ന പോപ്പുലേഷൻ ഹെൽപ്പ് ചെയ്യുക. അതുമാത്രമല്ല എക്സിസ്റ്റിംഗ് ഹെൽത്ത് പ്രോഗ്രാമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സ്കൂളാണ്. എന്തിനുണ്ട് സ്കൂളിൽ കൊടുക്കുന്നത്? കാരണം സ്കൂളിലൊക്കെ സ്മോക്കിംഗ്, പുവർ ഡയറ്റ്, ഡ്രഗ് അബ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓവർ വെൽബീയിങ്ങും അല്ലെങ്കിൽ ഹെൽത്തി സ്കൂൾ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അവരുടെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി, പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ, മെൻ്റൽ ഹെൽത്ത് കെയർ ഉണ്ടോ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് ന്യൂട്രീഷണൽ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മേ ബി ന്യൂട്രീഷണൽ പ്രോഗ്രാമൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഹൈജീന് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെയാണെന്നുള്ളതാണ്. ഇനി എന്തൊക്കെ മെത്തേഡ്സ് ആണ്? സോ ബുക്സുകൾ വഴി അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സുകൾ ബുക്കുകൾ വഴി കൊടുക്കാം, ലെക്ചേഴ്സ് അല്ലെങ്കിൽ ബ്രോഷ്യേഴ്സ്, ഡിസ്കഷൻ, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം വഴിയൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റും. ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കുക, മേജറായിട്ട് നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുക, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അവെയർ ചെയ്യുക, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെൽത്ത് മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് ബേസിക് ഹെൽത്ത് ഇൻഫർമേഷൻ, ലീഫ്ലെറ്റ്സ്, കുഞ്ഞു പേപ്പറൊക്കെ ഇല്ല അതിൽ കൊടുക്കാൻ പറ്റും, കാലണ്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വഴി കൊടുക്കാൻ പറ്റും, TV റേഡിയോ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കാൻ പറ്റും. ആൻഡ് ഡ്രോയിങ് അറ്റൻഷൻ, TV സ്പോട്സ്, പോസ്റ്റേഴ്സ്, ക്യാമ്പയിൻ വഴി കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ആലോചിക്കുക, ഇത് ഏത് പ്രോഗ്രാമിനും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം, ധൈര്യമായി എഴുതാം, ആരും മാർക്ക് കുറയ്ക്കത്തില്ല. കാര്യം ഇതൊരു ബേസിക് തിങ് ആണ്. ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാം അനുസരിച്ച് മാറ്റിയാൽ മതി. ഏത് പ്രോഗ്രാം ചോദിച്ചാൽ ഇപ്പോൾ 10 മാർക്കിനൊക്കെ പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡിഗ്രിക്കാർക്കാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇത് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യാം. അതിന് ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുക, ഹെൽത്ത് ഒക്കെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, പ്രോപ്പറായിട്ട് ചെയ്യണം. ആൻഡ് പോസിറ്റീവ് ഹെൽത്ത് ടുവേർഡ്സ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കണം. കാര്യം എല്ലാവർക്കും അസുഖമല്ലേ, കുഴപ്പമില്ല, ഇപ്പം മുറിവ് വന്ന് മഞ്ഞളൊക്കെ തേച്ചാൽ മതി എന്ന് പറയും പോലെ അല്ല, അത് പ്രോപ്പർ കെയർ കൊടുക്കേണ്ട ആവശ്യമാണ്. സ്കൂളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും കൂട്ടുക, ആൻഡ് ഹെൽത്തിനെ പറ്റി ഒരു നോളജ് അവയർനെസ് കൊടുക്കുക. സ്കൂൾ ഹെൽത്ത് സർവീസാണ്. സോ ഗുഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും. അവിടെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് എക്സസൈസ് അത്യാവശ്യമാണ്. ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ, അവിടെയാണ് ടീച്ചിങ് ഹെൽത്ത് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് പേഴ്സണൽ ഹൈജീന് കൂട്ടുക, എൻവയോൺമെൻറ്റൽ ഹൈജീൻ കൂട്ടുക, ഫിസിക്കൽ ആക്ടിവിറ്റി ലൈഫ് സ്റ്റൈലിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, റുട്ടീൻ വാക്സിൻസ് എടുക്കേണ്ട അത്യാവശ്യമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഗെയിംസ്, സ്പോർട്സ്, ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുക, ഹെൽത്ത് നോളജ് ആൻഡ് സ്കില്ല്, കമ്മ്യൂണിറ്റി സർവീസൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ആണ് NUHM, അത് അർബൻ ആണ്. സോ NHMൻ്റെ അണ്ടർ തന്നെ അല്ലെങ്കിൽ പാർട്ട് തന്നെയാണ് വരുന്നത്. ലോഞ്ച് ചെയ്തത് 2013 റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, നിയോണിറ്റൽ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ പ്രോഗ്രാംസ് നമുക്കറിയാം. ആ പ്രോഗ്രാം തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. TB കുറയ്ക്കുക, ചിക്കൻ ഗുനിക ഔട്ട് ബ്രേക്ക് കുറയ്ക്കുക, ഡെങ്കു കുറയ്ക്കുക, ഫിലാരിയസ് മന്തിൻ്റെത് കുറയ്ക്കുക, മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് പ്രോഗ്രാംസുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഒരു കോഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.